നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാമന്റെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് പോലീസ്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചയാളെ കുറിച്ച് ഉറപ്പിച്ചത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, മൂന്നാമത് ഒരാൾക്കുകൂടി ഈ കേസിൽ പങ്കുണ്ട് എന്ന കാര്യമാണിപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിന് ഉപോത്ബലകരമായ മൊഴികൾ എവിടെ നിന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ലക്ഷ്മി, ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 CISF ഉദ്യോഗസ്ഥരായിരുന്നു പോലീസിന്റെ പിടിയിലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോലീസ് അവിടുത്തെ ദൃക്സാക്ഷികളെയും ഒപ്പം തന്നെ ഈ CISFകാരെയും ചോദ്യം ചെയ്തപ്പോൾ ഇതിലൊരു മൂന്നാമൻ്റെ സാന്നിധ്യം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സാക്ഷികളായി അവിടെ എത്തിയ നാട്ടുകാർ ചിലർ മൂന്നാമൻ്റെ ഒരു സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ മൂന്നാമനാണെന്ന് ഈ ജനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാമത് മറ്റൊരു CISF ഉദ്യോഗസ്ഥൻ കൂടി ഈ കേസിലുണ്ട് എന്നുള്ളൊരു നിലയിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 CISF ഉദ്യോഗസ്ഥരെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.